ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ആർ സി കാറാണ്. വളരെ സിമ്പിളായിട്ട് അതുകൊണ്ട് നല്ല എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന, അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലുള്ള ആർ സി കാറാണ് നിങ്ങൾ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ ഒരു 10 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതിലോട്ട് എത്താൻ എല്ലാവരും എന്നെ സഹായിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ടോയ് കാർ ഉണ്ടാക്കാൻ ആവശ്യമായ കമ്പോണൻറ്റ്സ് നമുക്ക് പരിചയപ്പെടാം. ആദ്യം തന്നെ ഇതുകൊണ്ട് DC ഗിയർ മോട്ടർ, ഇത് 5 വോൾട്ടിൻ്റെ DC ഗിയർ മോട്ടറാണ്. ഇതെല്ലാം നമുക്ക് ഓൺലൈൻ മേടിക്കാൻ കിട്ടും. ഞാൻ ഈ കാണിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഓൺലൈൻ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതുകൊണ്ട് 2 ഗിയർ മോട്ടർ, പിന്നെ ഇതിനോട് അറ്റാച്ച് ആവുന്ന 2 ടയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ലോക്കിനകത്ത് കയറി കിടക്കുന്ന രീതിയിലുള്ള ടയറാണ്. ഈ ഗിയർ മോട്ടറിനകത്ത് തന്നെ ഇതിൻ്റെ ഷാഫ്റ്റിൽ തന്നെ കയറി കിടക്കുന്ന രീതിയിലുള്ള ടയർ ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടൊന്നും വേണ്ടതാണ് ഇതുകൊണ്ട് 2 റിസീവറും, RC റിസീവറും, അതുകൊണ്ട് അതിൻ്റെ ട്രാൻസ്മിറ്ററും. ഇപ്പോൾ ഈ RC റിസീവറിനകത്ത് തന്നെ നമുക്ക് ആൻറ്റിന, അതുകൊണ്ട് ബാറ്ററി, പോസിറ്റീവ് നെഗറ്റീവ്, നമുക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും തിരിയേണ്ട മോട്ടറിലോട്ട് കൊടുക്കേണ്ടത് എല്ലാം ഇതിനകത്ത് തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ട്രാൻസ്മിറ്ററിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. 4 സ്വിച്ചും, ആൻറ്റിനയുടെ വയറും, അതുകൊണ്ട് ബാറ്ററിയുടെ കണക്ഷനും ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ട്രാൻസ്മിറ്ററിനകത്ത് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട ഒന്നാണ് അതുകൊണ്ടൊക്കെ വേണ്ട ഒന്നാണ് ഇതുകൊണ്ടൊരു സ്റ്റിയറിംഗ് ഡ്രൈവ്. ഇത് ഞാൻ ഉണ്ടാക്കി എടുത്തതാണ്. അപ്പോൾ ഈ സ്റ്റിയറിംഗ് ഡ്രൈവ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. ഇതുണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ടയറും ഫ്രീ ആയിട്ട് കറങ്ങും, കണ്ടില്ലേ. എന്നിട്ട് നമ്മുടെ ഈ ഗിയർ മോട്ടറിലാണ് ഞാൻ ഇതിൻ്റെ ഷാഫ്റ്റ് കൊടുത്തേക്കുന്നത്. ഈ ഗിയർ മോട്ടർ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും തിരിയുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ടയർ മൂവ് ആവും. ഇങ്ങനെയാണ് ടയറിൻ്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടുന്നത്. ഈ ഗിയർ മോട്ടറിനകത്താണ് നമ്മൾ ഇതിൽ നിന്ന് വരുന്ന ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് ബാക്കി സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതുകൊണ്ട് ചെറിയൊരു ഫ്രെയിം എടുത്തിട്ടുണ്ട്. ഈ ഫ്രെയിമിലാണ് നമ്മളിതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്രെയിം സെറ്റ് ചെയ്യാം. അപ്പം ഞാനിത് ചെറിയൊരു റേസിംഗ് കാറിൻ്റെ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇനി ഒരു V ഷേപ്പിൽ ഇത് വെട്ടി എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി ഗ്ലൂ ഗണ്ണിൻ്റെ സഹായത്തോടെ ഇതെല്ലാം ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. അങ്ങനെ ഗിയർ മോട്ടർ 2 നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ടയറോട് ഇനി ഇട്ട് കൊടുക്കാം. ടയറും നമ്മൾ അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് സിസ്റ്റത്തോടെ ഇതുകൊണ്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റിയറിംഗ് സിസ്റ്റം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഒന്നുകൂടെ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ടാക്കിയിട്ട് തരാം. ഇനി നമുക്ക് ഇതിനകത്ത് റിസീവർ ഉപയോഗിച്ച് ബാക്കി കണക്ഷൻ എല്ലാം കൊടുക്കാം. അതിനു മുമ്പ് റിസീവർ ഞാൻ ഒരു സൈഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കുവാണ്. ഓക്കെ, നമ്മൾ റിസീവറും ഒരു സൈഡിലോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ഈ സ്റ്റിയറിംഗ് കൺട്രോളിലോട്ടുള്ള കണക്ഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പോകുന്ന ഈ 2 കണക്ഷൻ ഉണ്ട്, നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ആ കണക്ഷൻ നമുക്ക് ഇതിലോട്ട് സോൾവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകുന്ന കണക്ഷനോട് കൊടുക്കാം. ഇപ്പോൾ ഈ വൈറ്റും ഈ യെല്ലോ കളറുമാണ് നമ്മുടെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകുന്ന കണക്ഷൻ. അതോടെ നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഗിയർ മോട്ടറിൽ നിന്ന് ഈ ഒരു ഗിയർ മോട്ടറിലോട്ട് ഇത് ജമ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് 2 വയർ ഉപയോഗിച്ച് ഈ ഗിയർ മോട്ടറിൽ കണക്ഷൻ കൊടുക്കാം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഈ ഗിയർ മോട്ടർ ആയതുകൊണ്ട് ഇത് ഫ്രീ ആയിട്ട് കിടന്ന് കറങ്ങത്തില്ല. ഈ ഒരു മോട്ടർ മാത്രം കറങ്ങുമ്പോൾ ഈ ഒരു മോട്ടറല്ലേ കറങ്ങാതെ നിൽക്കും. അത് സാധാരണ നോർമൽ മോട്ടറാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ ഗിയർ മോട്ടർ എന്ന് വെച്ചാൽ ഇതിന് നല്ല ടോർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ മോട്ടർ കറങ്ങാതെ അനങ്ങാതെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മോട്ടറിൽ നിന്ന് ഈ ഒരു മോട്ടറിലോട്ട് ഇത് ജമ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ കണക്ഷൻ ജമ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ യെല്ലോ വയറും ഈ റെഡ് വയറുമാണ് നമ്മൾ ജമ്പ് ചെയ്തെടുത്തേക്കുന്നത്. ഈ ബോർഡിൽ നിന്ന് വരുന്ന ഈ യെല്ലോയും ഈ വൈറ്റ് വയറും നമ്മളൊരു മോട്ടറിലോട്ട് കൊടുത്ത് അവിടെ നിന്ന് ജമ്പ് ചെയ്ത് അടുത്ത മോട്ടറിലോട്ട് കയറ്റി. ഇത് വളരെ സിമ്പിളാണ് ഈ കണക്ഷനൊക്കെ. അത് കഴിഞ്ഞ് നമുക്കിനി അവസാനമായിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. നമുക്ക് ബാറ്ററിയുടെ കേസൂടെ ഇതുകൊണ്ട് ഗ്ലൂ ഗണ്ണിൻ്റെ സഹായത്തോടെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ബാറ്ററിയുടെ കേസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോർഡിനകത്തു നിന്നുള്ള ബാറ്ററിയുടെ കണക്ഷനോട് കൊടുക്കാം. ബ്ലാക്ക് വയറും ഈ റെഡ് വയറുമാണ് ബാറ്ററിക്ക് പോകുന്നത്. അപ്പോൾ ഈ 2 കണക്ഷൻ നമുക്ക് കൊടുക്കാം. അങ്ങനെ ഈ ബാറ്ററിയുടെ 2 കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ആൻറ്റിനയുടെ വയറാണ്. ഈ ആൻറ്റിനയുടെ വയറിനകത്ത് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ കമ്പിയുടെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിവിടെ ഉറപ്പിച്ച് വെച്ചിട്ട് ഈ ആൻറ്റിനയുടെ വയറുടെ അതിലോട്ട് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് ഇതൊക്കെ എവിടെ വെക്കണം എന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു സൗകര്യത്തിന് വെക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എവിടെയാണോ ഇത് ചെയ്യുമ്പം, ഈ ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ഇത് ചെയ്യാൻ സൗകര്യം അതനുസരിച്ച് വേണം നിങ്ങളും ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്കിനി ഈ ആൻറ്റിന വയർ ഇവിടോട്ട് സോൾവ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആൻറ്റിനയുടെ വയർ ഞാൻ സോൾവ് ചെയ്തെടുത്തു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ചെറുതായിട്ട് ഇതിൻ്റെ ഒരു ചെറിയ മോഡിഫിക്കേഷൻ നമുക്ക് വരുത്താം. അതിനായിട്ട് ഫ്രണ്ടിലോട്ട് നമുക്ക് ഒരു ബമ്പർ പോണക്ക് ഈ ഒരു സ്റ്റിക്ക് ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് ഇത് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല, നമുക്കൊരു കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. ഇനി ഇതിൻ്റെ ബാക്കിലോട്ട് നമുക്കൊരു എയർ സ്പോയിലർ ഡിസൈനോടെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കാറിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ റിമോട്ടോടെ സെറ്റ് ചെയ്യാം. അപ്പോൾ റിമോട്ട് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇതുപോലൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിനകത്തോട്ട് റിമോട്ടിൻ്റെ ഈ മൊഡ്യൂൾ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ബാറ്ററിയുടെ കേസ് കൂടെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് വലിയ കണക്ഷനൊന്നുമില്ല. ഇത് പോസിറ്റീവിലോട്ടും ഇത് നെഗറ്റീവിലോട്ടും കൊടുത്താൽ മതി. അങ്ങനെ ബാറ്ററിയുടെ 2 കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആൻറ്റിനോട് കൊടുക്കാം. ഈ ആൻറ്റിന നമ്മൾ ഈ ബോർഡൊക്കെ മേടിക്കുമ്പോൾ ഇതിനോടെ തന്നെ കിട്ടുന്നതാണ്. ഈ ആൻറ്റിനോടെ സെറ്റ് ചെയ്യാം. ഈ ആൻറ്റിന സെറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് ഈ ഒരു ചെറിയ സ്ഥലം.
ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊരു സ്ക്രൂ ഇട്ട് ഇത് ഉറപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ റിമോട്ടിൻ്റെയും വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിത് ബാറ്ററി ഇട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 3.7 വോൾട്ടിൻ്റെ 1200 mAh വരുന്ന ലിഥിയം ബാറ്ററീസാണ്. ഇപ്പോൾ ഈ ബാറ്ററി മേടിക്കാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ആദ്യം റിമോട്ടിനകത്ത് ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് കാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്കിലോട്ട് പോകുന്നുണ്ട്, ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. നമുക്ക് ലെഫ്റ്റും റൈറ്റും വർക്ക് ചെയ്യും. ഓക്കെ, ഉണ്ടല്ലേ ആ മെക്കാനിസം വർക്കാവുന്നേ. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് വെളിയിൽ കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഇതിൻ്റെ മൊഡ്യൂളിന് ഏകദേശം 20 മീറ്ററോളം റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ കിട്ടുമായിരിക്കും നല്ല ഓപ്പൺ ഏരിയ ഒക്കെ ആണെങ്കിൽ. അപ്പോൾ ഈ RC കാർ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൊണ്ടൊക്കെ ഈ ഒരു കാറിൻ്റെ പോരായ്മകൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഇതെല്ലാം ഫിക്സ് ചെയ്തേക്കുന്നത്. ഈ ഗ്ലൂ ഗൺ ഒത്തിരി നേരം നിൽക്കത്തില്ല, അത് കുറേ നേരം കഴിയുമ്പോൾ ഇളകിപ്പോവും. അതിൻ്റെ ഒരു പോരായ്മയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഈ ഫ്രീ ആയിട്ട് ഇതിൻ്റെ വീല് കിടന്ന് മൂവ് ആവുന്നുണ്ട്. അത് നമുക്ക് എഫിഷ്യൻ്റായിട്ട് തന്നെ നമുക്ക് ഈ ഓടിക്കുന്ന സമയത്ത് ലെഫ്റ്റും റൈറ്റും എടുക്കാൻ പറ്റുന്നില്ല. അത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ നേരത്തെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കല്ലൊക്കെ എടുത്തുകൊണ്ട് വന്നൊരു RC കാർ. അപ്പം അതുണ്ടാക്കാനും വളരെ സിമ്പിളായിട്ട് വരും. ഇതേ മെത്തേഡ് തന്നെ, പക്ഷേ ഇതിന് പകരം ഈ ഒരു ഫ്രണ്ടിലത്തെ ഈ സ്റ്റിയറിംഗ് ഡ്രൈവിന് പകരം നമ്മൾ എടുത്തേക്കുന്നത് ഇതിൽ 2 RC മോട്ടറാണ് എടുത്തേക്കുന്നത്. അതാകുമ്പോൾ ഒന്നുകൂടെ ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള RC കാറിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബോർഡിനായാലും മറ്റുള്ള കാര്യത്തിനായാലും വലിയ കംപ്ലയിൻറ്റ് ഇതുവരെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേലത്തെ ഒരെണ്ണം എക്സ്പെരിമെൻ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനിയും കൂടുതൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ മറ്റു മെസ്സേജ് അയക്കുക, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.